നമസ്കാരം, ഞാൻ സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം ഊട്ടിയാണ് കേട്ടോ. ഊട്ടിയിലെ ഫ്ലവർ ഷോയും മറ്റുമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ റോസ് ഗാർഡൻ, ആയിരക്കണക്കിന് പുഷ്പങ്ങളുള്ള റോസ് ഗാർഡനൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഊട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. ഊടാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 100 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൗൺ സർവീസ് നടത്തുന്ന ഈ പ്രദേശങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. 100 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കുക, ഒരു ദിവസം ഫുള്ള് ഈ ബസ്സിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ബൊട്ടാണിക് ഗാർഡനിലേക്ക് പോവാം, അതുപോലെ തന്നെ റോസ് ഗാർഡനിലേക്ക് പോവാം, മറ്റ് വ്യൂ പോയിൻറ്റുകളിലേക്കെല്ലാം ഏകദേശം 5-8 വ്യൂ പോയിൻറ്റുകളിലേക്ക് ഈ ബസ്സിലൂടെ ഈ 100 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയതുകൊണ്ട് ആ സൗകര്യം പ്രയോജനപ്പെടുത്തി ഞാൻ ഈ ബസ്സിൽ ആണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബസ്സിൽ കയറിയിരിക്കുക കേട്ടോ. 100 രൂപ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. 100 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വൈകുന്നേരം വരെ ഇതുപോലുള്ള നിരവധി ബസ്സുകളുണ്ട്. ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് ഈ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാം. ഞാനിപ്പോൾ കയറുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 12 മണിയായി. ഇത് രാവിലെ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പതുക്കെ നീങ്ങുകയാണ് കേട്ടോ. ഇതങ്ങനെ വലിയ നീളമുള്ള വണ്ടിയല്ല, നീളം കുറഞ്ഞൊരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. നമുക്ക് ബസ്സിനുള്ളിലേക്ക് നോക്കാം. ഇഷ്ടംപോലെ യാത്രക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ പുഷ്പോത്സവമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തു 100 രൂപ. വൈകുന്നേരം 7 മണി വരെ ഈ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ബസ്സിൽ യാത്ര ചെയ്യാം. ഒരു നീല കളറുള്ള ബസ്സായിരിക്കും, നീളം കുറഞ്ഞ ബസ്, കുട്ടി ബസ്സാണ്. അപ്പോൾ അതിൽ രാവിലെ തൊട്ട് വൈകിട്ട് 7 മണി വരെ ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം പോകുന്ന സ്ഥലം ബൊട്ടാണിക് ഗാർഡനാണെന്നാണ് പറഞ്ഞു കേട്ടോ. കടന്നു പോകുന്നത് തണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പാർക്കുണ്ട് കേട്ടോ, അമ്യൂസ്മെൻറ്റ് പാർക്ക്. ബസ് ആദ്യം ബൊട്ടാണിക് ഗാർഡനിലേക്കാണ് പോകുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്ററാണ് ബൊട്ടാണിക് ഗാർഡനിലേക്ക് അവിടെ കാണിച്ചേക്കുന്ന സൈൻ ബോർഡിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരാളായിട്ടും 2 ആളായിട്ടൊക്കെ ഈ ഊട്ടി സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഒരു 5-8 സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സൗകര്യം തമിഴ്നാട് സർക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരുടെ ബസ് സർവീസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീല കളറടിച്ചിട്ടുള്ളൊരു ബസ്സാണ്. ഞാൻ ബസ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത് വലിയ ഉപകാരപ്പെടും. 100 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു പൈസയൊന്നുമല്ലല്ലോ. വൈകുന്നേരം വരെ നമുക്ക് യാത്ര ചെയ്യാം. ഓരോരോ സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ അവിടെ എത്ര സമയം വേണമെങ്കിലും നമ്മൾ നിൽക്കാം. പിന്നെ അടുത്ത വണ്ടി വരും, അടുത്ത വണ്ടി വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് കയറി പോകാം. അപ്പോൾ ഊട്ടിയിലെ ഈ യാത്ര സുഖകരമാക്കാൻ വേണ്ടി ഊട്ടിയിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഊട്ടിയിലെ തടാകം, ഇവിടേക്ക് വരണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷയോ മറ്റ് ടാക്സി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ബോട്ട് ക്ലബ്ബും കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാം, കുറച്ചും കൂടി അടുത്ത്. വളരെ മനോഹരമായി ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് കൂട്ടിയിട്ടുണ്ട്. ഈ 2024 കുറേ കൂടി ആക്ടിവിറ്റി എല്ലാം എത്താം കേട്ടോ. ബോട്ട് സർവീസ് നടക്കുന്ന സ്ഥലത്ത് ഈ ബസ്സിന് കയറിയാലും മതി. ഈ 100 രൂപ കൊടുത്തിട്ട് കയറുന്ന ബസ്സിൽ കയറിയാലും ഇവിടെ ഇറങ്ങാം. അപ്പോൾ ബോട്ട് ഹൗസ്, വീടുകളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ, വീടുകൾ പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ബോർഡെല്ലാം കാണാൻ കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്, നേരിയ കോടയുമുണ്ട്, മനോഹരമായിട്ടുള്ള വീടുകളുടെ ഭംഗിയുണ്ടല്ലോ. വീടുകൾക്ക് വരെ ഇവിടെ ഒരു മനോഹാരിതയാണ്. ഇതൊരു പള്ളിയാണ്, 1896 പണിത ഒരു പള്ളിയാട്ടോ. പിന്നെ ബൊട്ടാണിക് ഗാർഡൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങും. എന്നിട്ട് ബൊട്ടാണിക് ഗാർഡൻ എല്ലാം കണ്ടതിന് ശേഷം ഇതുപോലൊരു വേറൊരു ബസ് വരുമ്പോൾ അത്തേ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലം ഇവിടെ പറയുന്നത് ടീ മ്യൂസിയമാണ്. അങ്ങനെ ബൊട്ടാണിക് ഗാർഡൻ്റെ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ബൊട്ടാണിക് ഗാർഡൻ കാണാൻ വേണ്ടി പോവും. ഇതിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലേ, എൻ്റെ പുറകിൽ കാണുന്ന ബസ്സിൽ മുമ്പ് വന്ന ബസ്സുകളിൽ ബൊട്ടാണിക് ഗാർഡൻ കണ്ടതിന് ശേഷം ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന ആളുകൾ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടലാണ് എൻ്റെ പുറകിൽ കാണുന്നത് കേട്ടോ. പുറകിൽ കാണുന്ന ബസ്സിനെയും കാണാം, ബസ്സിനെയും പുറകിൽ കാണാം. 100 കണക്കിന് ആളുകളാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഊട്ടി കാണാൻ വരുന്നത്.
കുറച്ച് ദൂരം നടക്കണം കേട്ടോ ഈ പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക്. ഏകദേശം ഒരു 100 മീറ്ററോളം നടക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കണ്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നടക്കേണ്ടത്. അപ്പം അങ്ങനെ നടക്കുകയാണ്. നല്ല ഒരു പാറിപ്പറിഞ്ഞ മഴയുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ മുമ്പിലെത്തി. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പരിസരമൊക്കെ നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് ബൊട്ടാണിക് ഗാർഡൻ്റെ പരിസര പ്രദേശം കേട്ടോ. കച്ചവടം ബൊട്ടാണിക് ഗാർഡൻ്റെ മുമ്പിലുള്ള കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ. ഇത് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഉച്ചഭക്ഷണം ഒരു 1:10 കഴിച്ചു കേട്ടോ. അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സമീപത്ത് തന്നെയുള്ളൊരു ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടോ. ബിരിയാണിയാണ് കഴിക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ട്. അങ്ങനെ ഫ്ലവർ ഷോ കണ്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്തത് ടീ മ്യൂസിയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇനിയിപ്പം ഏതെങ്കിലും ആ രീതിയിലുള്ളൊരു ബസ് വരും. അതേ കളറടിച്ചൊരു ബസ് വരും. ആ ബസ്സിന് ഇനി ടീ മ്യൂസിയത്തിലേക്ക് പോവും. അപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക്. അപ്പോൾ ടീ മ്യൂസിയം വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ബസ്സാണ്. ഇതിപ്പോൾ തിരക്കൊക്കെ കൂടിയതുകൊണ്ട് ലൈനിലുണ്ടായിരുന്ന ബസ്സെല്ലാം കൂടെ കൂടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഈ സർക്യൂട്ട് ബസ്സായിട്ട് മാറ്റിയേക്കും കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ടീ മ്യൂസിയം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക കേട്ടോ. ആ ഊട്ടിയുടെ നഗരഹൃദയങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. കാണാം, കോയമ്പത്തൂർ പോകുന്ന റൂട്ടിലാണ് ഈ പറയുന്ന തേയില ഫാക്ടറി. കുന്നെല്ലാം കയറിയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ തേയില ഫാക്ടറിയിലേക്ക് എത്ര കിലോമീറ്റർ കൃത്യമായിട്ട് അറിയില്ല. അങ്ങ് പോവുകയാണ്. ഒരു കയറ്റം കയറി. ഊട്ടിയുടെ ഒരു മനോഹാരിത എത്ര പറഞ്ഞാലും മതി വരില്ല കേട്ടോ. ടീ ഫാക്ടറി കാണാൻ വലിയൊരു മലയുടെ മുകളിലേക്കാണ് ബസ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത് കേട്ടോ. ഇതാണ് എത്ര കണ്ടാലും ഊട്ടിക്ക് ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയുടെ ഈ വശ്യ മനോഹാരിത തന്നെയാണെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ടീ ഫാക്ടറീൻ്റെ അടുത്ത് ബസ് വന്ന് നിർത്തി. ഭയങ്കര മനോഹരമായ കാഴ്ചയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ്. എൻ്റെ പുറകിലേക്ക് നോക്കിയേ, വലിയ താഴ്വാരാണ്. മനോഹരമായ ഊട്ടിയുടെ കാഴ്ചകൾ. അപ്പോൾ ടീ ഫാക്ടറി കയറി കണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ടീ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഇതാ മേലെ കാണുന്ന കെട്ടിടമില്ലേ, ആ മുകളിൽ കാണുന്ന കെട്ടിടമാണ് ടീ ഫാക്ടറിയുടെ കെട്ടിടം. ഞങ്ങളുടെ ബസ്സിന് വന്ന ആളുകളെല്ലാം അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ടീ ഫാക്ടറിയുടെ മേളിൽ കാണാം. ഒരു 100-150 മീറ്റർ നടക്കണം. അതൊക്കെ കുരുക്ക് പിടിച്ച ഒരു സ്ഥലത്തൂടെയാണ് ടീ ഫാക്ടറിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ നടക്കേണ്ടി വരും. ഈ ടീ ഫാക്ടറി കണ്ടതിന് ശേഷം വീണ്ടും ബസ്സിൽ കയറണം. ആ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റോസ് ഗാർഡനിലേക്ക് പോകും. അപ്പോൾ ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഒഴിവായി കൊടുത്താൽ മതി. അതുവരെ നമുക്ക് ഊട്ടിയിലെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ട് നമുക്ക് നടക്കാം. കണ്ട് മടങ്ങുന്നവർ ഇവിടെ നമ്മളെ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 100 രൂപ കൊടുത്ത് പോകേണ്ട ബസ്സുകൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീ ഫാക്ടറി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഈ ബസ്സിന് കയറിയിട്ട് ആണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ 2 ബസ്സും കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് വെച്ചിട്ട് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഒരാളും 2 പേരും ഒക്കെ ഊട്ടി കാണാൻ വരുന്നവർക്ക് അല്ല ഇവിടുന്ന് ടാക്സി എടുത്ത് പോയിട്ട് വലിയ ചിലവ് വരും. അപ്പോൾ ഈ ബസ് സംവിധാനം ഉപയോഗിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് കണ്ടോ. നമ്മൾ ആദ്യം നേരം പോകുന്നത് ബെൻമാർക്ക ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കേട്ടോ. ടീ ഫാക്ടറിയിലേക്ക്. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയും അതുപോലെ തന്നെ ടീയുടെ ഫാക്ടറിയും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് വീണ്ടും നടക്കുകയാണ്. ഇപ്പോൾ 2 ബസ്സുണ്ട്. അതാ ഒരു ബസ്, പിന്നെ ഇതാ ഒരു ബസ്, രണ്ടും ഫുള്ളാണ്. അപ്പോൾ ഈ ബസ്സിന് ഇനിയിപ്പോൾ ഒന്ന് ഇരിക്കാണ്ട് നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഒരു ബസ് വരാനുണ്ട്. താഴെ നിന്ന് അടുത്ത ബസ് വന്ന്
ഇവിടെ തിരിച്ച് ഇടുമ്പോഴത്തേന് ആ ബസ്സിന് ചാടിക്കയറിയിരിക്കണം. അപ്പോൾ പിന്നെ റോസ് ഗാർഡനിലേക്ക് പോകണം. 4 മണിയാകുമ്പോൾ റോസ് ഗാർഡൻ. ഇവിടെ കണ്ടോ ഫ്രഷായിട്ടുള്ള പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ അങ്ങനെ ടീ ഫാക്ടറീൻ്റെ അവിടുന്ന് ബസ് വന്നു കേട്ടോ. അവിടെ കൊണ്ട് ആളെ ഇറക്കിയവിടെ നമ്മൾ ചുളിവിൽ പോയിട്ട് അവിടെ കയറിയിരുന്നു. അങ്ങനെ ടീ ഫാക്ടറിയും കണ്ടതിന് ശേഷമുള്ള യാത്ര മുമ്പോട്ട് വീണ്ടും റോസ് ഗാർഡൻ കാണുന്നതിന് വേണ്ടി കേട്ടോ. അപ്പോൾ റോസ് ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിറഞ്ഞു, ആളെല്ലാം നിറഞ്ഞു കേട്ടോ. ഡ്രൈവറുടെ അടുത്തൊരു സീറ്റ് കിട്ടി. നമുക്കിനി നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ട് പോവാം. ബസ് നീങ്ങുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. ഒക്കെ അങ്ങനെ നീങ്ങുകയാണ് കേട്ടോ. പൊളഞ്ഞ വഴികളിലൂടെയൊക്കെ നമ്മുടെ ഡ്രൈവർ മാമൻ നല്ല അടിപൊളിയായിട്ട് തിരിക്കുന്നുണ്ട്. 1700കളിൽ തന്നെ ഊട്ടി ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഭരണമുള്ള കാലഘട്ടത്തിൽ പോലും ഊട്ടി ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. അന്ന് ക്യാരറ്റിൻ്റെ ഒരു തോട്ടം കണ്ടോ, പറിക്കാനായിട്ട് ഇരിക്കുന്ന ക്യാരറ്റാണ്. മനോഹരമായ ഊട്ടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ റോസ് ഗാർഡനിലേക്ക് പോകുന്ന സമയത്ത് എടുക്കും കേട്ടോ. വാഹനം കണ്ടോ, കാബേജിൻ്റെ തോട്ടം കണ്ടോ ഒരു ചെറിയ സ്ഥലത്ത്. റോസ് ഗാർഡനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ് പ്രശ്നം. ഊട്ടി ഫ്ലവർ ഷോയുടെ ഗേറ്റിന് മുമ്പിലാണുള്ളത്. പക്ഷെ കനത്ത മഴയാണ്. നോക്കൂ, നല്ല മഴയാണ്. മഴ കൂടി വൈകുന്നേരം 6 മണിയാകുമ്പോൾ പോവാം. അതുകൊണ്ട് ഈ ഫ്ലവർ ഷോൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്നില്ല. കാരണം കനത്ത മഴയാണ്. കയറിയോണ്ട് പ്രയോജനമില്ല. കാരണം കയറിയോണ്ട് ഇതൊന്നും കാണാനും കഴിയില്ല. ഇതിന് പരിസരം ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറയുന്ന ഈ റോസ് ഗാർഡനിലേക്ക്. ആയിരക്കണക്കിന് റോസ ചെടികളുടെ ഒരു വൻ ശേഖരമാണ്. മെയ് മാസത്തിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇന്നിപ്പോൾ ഒരു വിധത്തിൽ കയറാൻ പറ്റില്ല, മഴയാണ്. എൻ്റെ ദൃശ്യങ്ങളൊന്നും ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ തന്നെയാണ് റോസ് ഗാർഡൻ. പക്ഷെ കനത്ത മഴയാണ് കേട്ടോ. മഴ കാരണം ഇങ്ങോട്ട് കയറിയാൽ ഇത് കാണാൻ കഴിയില്ല. അങ്ങനെ ഊട്ടിയിലെ ബസ്സിലെ യാത്രകൾ കഴിഞ്ഞ് വൈകുന്നേരം 6-6:15 ആയപ്പോഴത്തേനും തിരിച്ച് ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഉദകമണ്ഡലം എന്ന ഊട്ടിയുടെ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി 8 മണിക്കാണ് നാട്ടിലേക്കുള്ള കണ്ണൂർക്കുള്ള ബസ്. നമ്മുടെ KSRTC തന്നെയാണ്, കേരളത്തിൻ്റെ വണ്ടി തന്നെയാണ്. അതിനാണ് പോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഊട്ടിയുടെ പല പ്രദേശങ്ങളിലൂടെയും ബസ്സിന് യാത്ര ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,